നമ്മൾ അറിവ് നേടുന്നുണ്ടെങ്കിൽ അതിന്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊരു അറിവ് നേടുന്ന ആളാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതല്ല എങ്കിൽ ആ അറിവ് നമുക്കൊരു ഖൈറില്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. മുൻഗാമികൾ സലഫുകൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു മേഖലയാണത്. ഖലഫുകൾ അഥവാ പിൻഗാമികളായിട്ടുള്ള നമ്മളിൽ പലരും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം കൂടിയാണത്. ചിലപ്പോൾ നമ്മൾ ഇൽമിന്റെ ദർസുകളും സദസ്സുകളൊക്കെ പങ്കെടുക്കും. പക്ഷേ 5 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനപ്പുറത്തേക്ക് ഒരു കർമ്മം നമ്മളിൽ എന്തുണ്ടാവില്ല, കൂടി ഉണ്ടാവില്ല. രാത്രിസ്കാരത്തിന്റെ ഫضല് പറയുന്ന ഹദീസുകളും ദർസുകളൊക്കെ നമ്മൾ കേൾക്കും. രാത്രിസ്കാരം ഇന്നേ വരെ ആരംഭിച്ചിട്ടുണ്ടാവില്ല. സുന്നത്തായ നോമ്പിന്റെ ഫضല് പറയുന്ന ഹദീസുകളും ഖുതുബകളും ഒക്കെ നമ്മൾ കേൾക്കും. ഇന്നുവരെ സുന്നത്തായ നോമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ ദർസുകളിലൊക്കെ പങ്കെടുക്കും. ഖുർആൻ പാരായണം സ്ഥിരമായിട്ട് ഒരു രീതിയിൽ കൊണ്ടുനടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പാപങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഗൗരവം നമ്മൾ കേൾക്കും, പഠിക്കുകയൊക്കെ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മളെന്ന് പറയുന്നത് സ്വന്തത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട രീതിയിലായതുകൊണ്ട് പറയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആളുകളെന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.